ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിവാഹം കഴിക്കുന്നത് ഹരിയേട്ടന്റെ നിത്യയുടെ തീരുമാനം. പക്ഷേ നിങ്ങൾക്കൊരിക്കലും കല്യാണിയുടെ അച്ഛനമ്മയാവാൻ പറ്റില്ലല്ലോ. അത് ഞാനും വിപിനുവാ. വരാം. രഘുവേട്ട, ആരെ വിളിച്ചത്? രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പ്രതി തിരിച്ചെത്തിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഒരിടത്തു നിന്നും കൃത്യമായിട്ടൊരു മറുപടി കിട്ടുന്നില്ലല്ലോ സുജാതെ. അവനാണ് രക്ഷപ്പെട്ടതെങ്കിൽ തീർച്ചയായും അവന്റെ ഉദ്ദേശം ഈ വിവാഹം തന്നെയാണ്. சார், நான் இங்கே எல்லாத்தையும் தேடி பார்த்து சார், அவரு இங்கே இருக்க மாதிரி தெரியல சார். ശരവണ, പേടിക്കേണ്ടതിനെ പേടിച്ചല്ലേ പറ്റൂ. ഇന്ന് ഈ നടയിൽ നടക്കേണ്ടത് നിത്യയുടെയും ഹരിയുടെയും മംഗളകരമായ വിവാഹ കർമ്മമാണ്. അല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കാൻ പാടില്ല. ഹരി, ഞാനിപ്പോ വരാട്ടോ. നമ്മള് രണ്ടുപേരും കുറെ ആഗ്രഹിച്ചതല്ലേ നിത്യമ്മയുടെ അച്ഛന്റെയും കൂടെ കഴിയാൻ. എനിക്കതിനും ഭാഗ്യമില്ല, പക്ഷേ കല്യാണിക്ക് ഭാഗ്യമുണ്ട്. അച്ഛനും നിത്യമ്മ എപ്പോഴും ആദ്യം വന്ന് കണ്ടോളും. നിങ്ങളാ? അമ്മേ, എന്താ നിങ്ങൾ 3 പേരും മാറി നിന്ന് സംസാരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഇത്രയും നല്ലൊരു കാര്യത്തിന് അമ്പലത്തിലേക്ക് വന്നിട്ട് ഇവിടെ ഇനി വേറൊരു പ്രശ്നോ? അല്ല രഘുവേട്ട? ഒന്നുമില്ലേ, വേറെ ഒന്നുമില്ല. എന്റെ മോളെ, ഈ ഞങ്ങളൊക്കെ കാരണവന്മാരായി പോയതുകൊണ്ട് ഇനി മുന്നോട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ആ ദേ ശരവണ്ണനെ കൂടെ കൂട്ടിയെന്നുള്ളൂ. ஆமா, என்னோட தங்கச்சியோட மேரேஜ் நடக்கும்போ நானும் வந்து காரணம் தானே இல்லையா? വാ, അവിടെ മാറി നിൽക്കാം. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. അമ്മേ, സത്യം പറയും, ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ, കുഴപ്പമുണ്ട്. ഇന്നെന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോളുടെ കല്യാണമോ? കല്യാണം കഴിഞ്ഞ അവൾ അവന്റെ കെട്ടിയവന്റെ വീട്ടിലേക്ക് പോയില്ല. അതിന്റെ ഒരു വിഷമമാണെന്ന് കുട്ടിക്കും. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. എല്ലാരും സന്തോഷമാ. ഭഗവാനെ, എല്ലാം നല്ല രീതിയിൽ എത്തിച്ചു തരണേ. ഇനിയെങ്കിലും എന്റെ മോളുടെ ജീവിതം നല്ലതായിരിക്കണേ.
ഹരിയേട്ടാ, ബെസ്റ്റ് വിഷസ്. ഹരിയേട്ടൻ സന്തോഷത്തിലാണല്ലോ അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് പറയാനാ? ആ, അമ്പലത്തിലല്ലേ? മുഹൂർത്താവാറായില്ലേ? ഹരിയേട്ടൻ നിയമപ്രകാരം ഇപ്പോഴും എന്റെ ഭർത്താവാ. ഭർത്താവിന് വിവാഹാശംസകൾ നേരാന്ന് പറയുന്നത് അപൂർവം പേർക്ക് കിട്ടുന്ന ഭാഗ്യം അല്ലേ? നിനക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ നിനക്ക്? അല്ല, അത് ഉദ്ദേശിച്ചാണോ നിന്റെ ഈ ചോദ്യം? തടസ്സോ? എന്ത് തടസ്സം? ഈ വിവാഹം തടസ്സപ്പെടുത്തണമെന്ന് എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ വെറുതെ ഒരു പരാതി എഴുതി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതിയായിരുന്നല്ലോ. അവര് വന്ന് തടയില്ലായിരുന്നോ? എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഹരിയേട്ടന് നിത്യം നിങ്ങളുടെ ആഗ്രഹം പോലെ ഒന്നിച്ച് ജീവിക്കാം. നിത്യയോടും എന്റെ ആശംസകൾ പറഞ്ഞേക്കണം. പറയാം. ആ, പിന്നെ ഹരിയേട്ടാ, ചില വിട്ടുവീഴ്ചകൾ അങ്ങോട്ട് കാണിക്കുമ്പോ ചിലത് ഇങ്ങോട്ടും കാണിക്കണം. ഹരിയേട്ടനിപ്പോ കയ്യെത്തിപ്പിടിച്ചത് ഒരു ജീവിതം. അങ്ങനെ ഒരു ജീവിതത്തിന് എനിക്ക് അർഹതയുണ്ട്. ഞാൻ അങ്ങനെ ഒന്നിന് തയ്യാറെടുക്കുമ്പോ ഹരിയേട്ടൻ ഇതുപോലെ എന്നെയും വിഷ് ചെയ്യണം. എന്റെ വിവാഹ ജീവിതത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായാ അത് മാറ്റിത്തരാൻ ഹരിയേട്ടൻ തയ്യാറാവുകയും വേണം. ഞാൻ ഉദ്ദേശിച്ചത് കല്യാണിയുടെ കാര്യം. വിവാഹം കഴിക്കുന്നത് ഹരിയേട്ടന്റെ നിത്യയുടെ തീരുമാനം. പക്ഷേ നിങ്ങൾക്കൊരിക്കലും കല്യാണിയുടെ അച്ഛനമ്മ ആവാൻ പറ്റില്ലല്ലോ. അത് ഞാനും വിപിനും. എത്ര കെട്ടിച്ചമച്ചൊരുക്കി വിട്ടാലും പ്രസവിക്കാത്തവളെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. വീണ, പ്ലീസ്, ഈ നേരത്തെങ്കിലും. ഓ, ഞാനത് മറന്നുപോയി. ഹരിയേട്ടൻ നല്ല ഫ്രഷായി സന്തോഷമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കേണ്ടതല്ലേ? ഐ എം റിയലി സോറി. മധുര നൊമ്പരക്കാറ്റ്